നമസ്കാരം ഗൈസ്, ഞാൻ ഇർഫാനാണ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഗ്രോ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയായ നാസ് ഫുഡ് എക്സീം എന്നൊരു കമ്പനി പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതൊരു ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനി ആയതുകൊണ്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ കൈയെല്ലാം സാനിറ്റൈസേഷൻ ചെയ്ത്, അതുപോലെ തന്നെ അവരുടെ ബൂട്ടുകൾ ക്ലോറിൻ വാട്ടറിൽ ക്ലിയർ ചെയ്ത് മാസ്കും ഗ്ലൗസും ധരിച്ചതിന് ശേഷമേ ഇവർ ഫാക്ടറിയിലേക്ക് എൻട്രി ആവാറുള്ളൂ. ഈ ഫാക്ടറിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് ടപ്പിയോക്ക, അതായത് മലയാളികളുടെ സ്വന്തം പച്ചക്കപ്പ. ഈ പച്ചക്കപ്പയെ ഇവരെ ഫ്രോസൺ കപ്പയാക്കി മാറ്റുകയാണ് കേട്ടോ. നല്ലതുപോലെ വൃത്തിയാക്കിയ കപ്പയെ വെട്ടി ക്ലീൻ ചെയ്തതിനു ശേഷം പ്ലേറ്റ് ഫ്രീസിങ്ങിന് ഒരുക്കും. ഒരു ദിവസം ഇവിടെ 12,000 കിലോ കപ്പയാണ് പ്രോസസ് ചെയ്യുന്നത്. ഇതാണ് തേങ്ങ അഥവാ നാളികേരം. 10,000-ഓളം തേങ്ങയാണ് ചിരണ്ടി പീരയാക്കി ഇവർ ഫ്രോസൺ രീതിയിൽ പാക്ക് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള കെമിക്കൽസ് പോലും ആഡ് ചെയ്യാതെ നല്ല ജൈവവളം കൊണ്ട് നട്ടു വളർത്തിയ നല്ല പച്ചക്കറികൾ നല്ലതുപോലെ വാട്ടറിൽ ക്ലീൻ ചെയ്തതിനു ശേഷം നല്ല വൃത്തിക്ക് കട്ട് പീസസ് ആക്കി പാക്ക് ചെയ്യും. എന്നിട്ടിത് ഫ്രോസൺ സാമ്പാർ മിക്സ് ആക്കും. ഈ മെഷീനിൽ നിന്ന് കറങ്ങുന്നത് കണ്ടോ? വേറൊന്നുമല്ല, നമ്മുടെ മലയാളികളുടെ സ്വന്തം പൊറോട്ടയ്ക്കുള്ള മാവ് കുഴയ്ക്കുന്നതാണ് ആ കണ്ടത്. നല്ല കേരള സ്റ്റൈലിൽ ഫ്രോസൺ പൊറോട്ടയ്ക്കുള്ള മിക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഹാഫ് കുക്കിന് ശേഷം പൊറോട്ടയും അങ്ങ് പാക്ക് ചെയ്യും. അടുത്തത് ഇതാണ് സ്നാക്സ് റൂമിലോട്ടാണ് നമ്മൾ പിന്നീട് പ്രവേശിച്ചത്. നല്ല ഒന്നാന്തരം വെജിറ്റബിൾസ് കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ല ഉഗ്രൻ സ്നാക്സുകളും ഇവിടെ നമുക്ക് നിർമ്മിക്കുന്നത് കാണാം. ഇതാണ് അവസാനത്തെ ആ ചടങ്ങ്. വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ കണ്ട ഫുഡ് പ്രൊഡക്റ്റ് എല്ലാം ബ്ലാസ്റ്റ് ഫ്രീസ് അങ്ങ് ചെയ്യും. -40 ഡിഗ്രി ഇതുപോലെ നല്ല രീതിയിൽ ഫ്രീസ് ചെയ്തതിനു ശേഷം ഈ പ്രൊഡക്റ്റ് എല്ലാം ഇവരുടെ ബോക്സിലേക്കാക്കും. അതിനുശേഷം വീണ്ടും കോൾഡ് സ്റ്റോറേജിൽ നിന്നും ഫ്രീസ് ആയതിനു ശേഷം ഇത് നേരെ കണ്ടെയ്നർ ഉള്ളിലേക്ക് ട്രോളി വഴി അങ്ങ് അടുക്കി അങ്ങോട്ട് വെക്കും. പിന്നീട് കണ്ടെയ്നർ ലോക്ക് ചെയ്തതിനു ശേഷം ഈ ഫ്രോസൺ കാർഗോ ഇവിടെ നിന്ന് പുറപ്പെടും. ഇനി ഇത് എത്തുന്നത് പല പല രാജ്യങ്ങളിലേക്കാണ്. ഇതുപോലെ നല്ല വൃത്തിയായതിനു ശേഷമാണ് നാസ് ഫുഡ് എക്സീമിലെ ഫുഡുകൾ അവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.